ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് ഈ വെള്ളം ഒഴിച്ച് വെച്ച് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി വെച്ചേക്കണത് ഞാനൊരു പൊട്ടിയ കലത്തിലാണെന്ന്? ഇതുപോലെ പൊട്ടിയ കലങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് നശിപ്പിച്ച് കളയാതെ നമുക്ക് ചെടി നടാൻ മാത്രമല്ല ഇങ്ങനെ മിനി അക്വേറിയാക്കി മാറ്റാനും സാധിക്കും. അപ്പോൾ ഈ പൊട്ടിയ കലത്തിനെ നമ്മൾ എങ്ങനെയാണ് ഒട്ടിച്ചതെന്നൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതാണ് ആ പൊട്ടിയ കലം കേട്ടോ. ഇതിൻ്റെ നടുഭാഗവും സൈഡിലും കുറച്ച് പൊട്ടിയിട്ടുണ്ട്. ഒട്ടും കറി വയ്ക്കാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ മാറ്റിയിട്ടേക്കായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കാനുള്ള ഗമ്മിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. ഒരു ഇച്ചിരി പെട്രോള്, തെർമോക്കോള്, പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം. പ്ലാസ്റ്റിക് എടുക്കരുത് കേട്ടോ, സ്റ്റീലിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നാശമായിട്ടുള്ള ഒരു പാത്രം എടുക്കുക കേട്ടോ. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ മിക്സ് ചെയ്യാനായിട്ട് ഒരു കോലും കൂടി വേണേ. ഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രവും അത് മിക്സ് ചെയ്യാനുള്ള കോലുമാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് തെർമോക്കോൾ എടുക്കുക. നമ്മൾ എത്രയാണോ പൊട്ടിയേക്കണേ അപ്പോൾ ഒരു എമൗണ്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമല്ലോ. അതിനനുസരിച്ച് നമ്മൾ തെർമോക്കോൾ എടുക്കുക. തെർമോക്കോളിൽ നമ്മൾ പെട്രോള് ഒഴിക്കുമ്പോൾ ലേശം ഒഴിച്ചു നോക്കുക കേട്ടോ. എൻ്റെ കൈ തട്ടിയിട്ട് കുറച്ചധികം വീണ് പോയി. അപ്പോൾ എനിക്ക് ഗമ്മ് കിട്ടാനായിട്ട് കുറച്ച് പാടായിപ്പോയി കേട്ടോ. എന്തായാലും ലേശം ഒഴിക്കുക കേട്ടോ, ഒരുപാടൊന്നും ഒഴിക്കരുത്. ഇപ്പം ഞാൻ ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒന്ന് ഇളക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തു. എന്നാലും അത് ഒന്നും ആയിട്ടുണ്ടായിരുന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഒരുപാട് വേസ്റ്റും ആയിപ്പോയി. എന്തായാലും അങ്ങനെയൊന്നും ആവണ്ട. ആവശ്യത്തിന് കുറച്ച് തെർമോക്കോൾ എടുത്ത് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതിങ്ങനെ റോസ് കളർ പോലെ ഇങ്ങനെ ഗമ്മ് വരും. അതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ പൊട്ടിയ ഭാഗത്ത് തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ഗം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ ഒരു ചെറിയ കോല് വെച്ചിട്ട് നമ്മൾ ആ ഗമ്മ് ഇങ്ങനെ പൊട്ടിയ ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ ഒരു കോട്ടിങ് പോലെ ആക്കി കൊടുക്കുക കേട്ടോ. ഇത് നമ്മളെ ഈ ഗ്ലൂ ഗൺ പോലെ വർക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതിനെ കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ എടുക്കാൻ കാരണം തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒരു കോട്ടിങ് പോലെ നല്ലോണം തേച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടെല്ലാം നല്ലോണം തേച്ച് കൊടുക്കുക. ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കോട്ടിങ്ങും കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം. ഇതാണ് കേട്ടോ, എല്ലാ ഭാഗം നല്ലോണം ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഇനി ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നോക്കാം. ഇത് ലീക്കാവുമെന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിതിൽ മീനൊക്കെ ഇടുന്നത് കേട്ടോ. വെള്ളം ഒട്ടും തന്നെ ലീക്കില്ല, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു സാധനവും നമുക്ക് വേസ്റ്റാക്കി കളയണ്ട. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്